പോയത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെല്ലാവരും യാത്രക്കാരാണ്, ആരും ഇവിടെ ചിരഞ്ജീവിയായിട്ട് ജീവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ എത്രമാത്രം അർത്ഥവത്തായിട്ട് നമ്മുടെ ഒരു മുദ്ര, നമ്മളുടെ ഒരു മാർക്ക് ഇവിടെ അടയാളപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അനുഗ്രഹവും അതിൻ്റെ വിജയവും. അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ടായ്മ നമുക്ക് തുടർന്നും എല്ലാ വർഷവും ഇതുപോലെ നടത്തണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു അനുഗ്രഹവും. അപ്പോൾ ഇപ്പോൾ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓണത്തിൻ്റെ ഐതിഹ്യം നമുക്കറിയാം. മഹാബലിയുടെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. മഹാബലിയെ വാമനൻ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തി എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അതായത് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ, ദശാവതാരങ്ങൾ: മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമാണ് വാമനൻ. ഇതിൽ ഈ ഐതിഹ്യം പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ശരിക്കും ഒന്ന് റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 3 അടി മണ്ണ് ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ അടി കൊണ്ട് ഭൂമി മൊത്തം വളർന്നു. 2ാമത്തെ അടി കൊണ്ട് ആകാശവും, 3ാമത്തെ അടി എവിടെ വെക്കുമെന്ന് ചോദിക്കുമ്പോൾ വളരെയധികം ഹ്യൂമിലിറ്റിയോടുകൂടി, താഴ്മയോടുകൂടി തല കുനിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൽ ഐതിഹ്യം പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമായിട്ടുള്ള വാമനൻ മഹാബലിയെ അനുഗ്രഹിച്ച് സ്വർഗത്തെക്കാട്ടിലും വലിയ സ്ഥലമായിട്ടുള്ള സുതലത്തിലേക്ക് അനുഗ്രഹിച്ച് ഉയർത്തി എന്നുള്ളതാണ്. ഇത് ഐതിഹ്യങ്ങളൊക്കെ വാമൊഴി ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാവരും മലയാളികൾ പറയുന്നത് അതായത് ചവിട്ടി താഴ്ത്തി എന്നുള്ളത്. ഇതിന് ശരിക്കും നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ദൈവവും ആരെയും ചവിട്ടി താഴ്ത്തുകയില്ല. നമ്മൾ ഈ വാമൊഴി നമുക്കറിയാം, ഇന്നത്തെ ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന 99% ഫേക്കും ഫോൾസും തെറ്റായിട്ടുള്ളതും അർത്ഥസത്യങ്ങൾ നുണയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സത്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളൊക്കെ. ഈ ഐതിഹ്യം എന്ന് പറയുന്നത് മഹാബലിയെ അനുഗ്രഹിച്ച് ഉയർത്തി എന്നുള്ളതാണ്. നിങ്ങളിന്ന് പോയി ഗൂഗിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിസർച്ച് ചെയ്ത് അറിവുള്ളവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മൾ ഈ മഹാബലി എന്ന് പറയുന്നത് യുദ്ധത്തിന് പോകുന്ന ഒരു മനുഷ്യനാണ്, ഒരു യോദ്ധാവാണ്. പക്ഷെ നമ്മൾ ഇവിടെ കച്ചവടവൽക്കരിച്ച് ഏറ്റവും വണ്ണമുള്ള ഒരു വ്യക്തിയാണ്, വയറുമൊക്കെയുള്ള ഒരു വ്യക്തിയാണ് മഹാബലിയാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തെറ്റായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കരുതും. ഒരു ദൈവവും ആരെയും ചവിട്ടി താഴ്ത്തില്ല. എവിടെ അധർമ്മവും അനീതിയും വരുന്നു അവിടെ സത്യവും ധർമ്മവും പുനഃസ്ഥാപിക്കാൻ ദൈവം അവതാരങ്ങളായിട്ട് ജനിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഐതിഹ്യം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് പല രീതിയിലുള്ള നമുക്ക് പല വെല്ലുവിളികളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. പല രീതിയിലുള്ള ചലഞ്ചസ് ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒരു പോംവഴിയുണ്ട്. നമ്മൾ ഇവിടെ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു സ്പിരിച്വാലിറ്റിയാണ്, ദൈവത്തിലോട്ടുള്ള പൂർണ്ണമായിട്ടുള്ള സറണ്ടർ. അതുപോലെ തന്നെ പരസ്പരം എല്ലാം ഒരുമയും ആ ഒരു പിന്നെ ഞാൻ മനസ്സിലാക്കി വരുന്ന കാര്യം ഇവിടെ എല്ലാവർക്കും നല്ല നർമ്മബോധമുണ്ട്.